വുഡ് യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? വിരോധമില്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നോട്ടെ. ഏറ്റവും പൊളൈറ്റായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ? യെസ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ എന്നല്ല പറയാം, വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ എന്നാണ് പറയുക. അതായത് പാസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക, സിറ്റ് അല്ല സാറ്റ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ പ്രിൻ്റർ ഞാൻ കുറച്ച് നേരം ഉപയോഗിച്ചോട്ടെ. വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് ദ പ്രിൻ്റർ ഫോർ സം ടൈം? മനസ്സിലായി? ഇഫ് ഐ യൂസ്ഡ് എന്നാണ് പറഞ്ഞത്, യൂസ് അല്ല പറഞ്ഞത്. ക്ലിയർ? ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ AC കുറച്ച് നേരം ഓഫ് ആക്കിക്കോട്ടെ എന്ന് പറയാണ്. അതെങ്ങനെയായിരിക്കും പറയാം? വുഡ് യു മൈൻഡ് ഇഫ്, ബാക്കി നിങ്ങൾ പറ. യെസ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്വിച്ച്ഡ് ഓഫ്. സ്വിച്ച് ഓഫ് എന്നല്ല, സ്വിച്ച്ഡ് ഓഫ് ദ AC ഫോർ സം ടൈം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡു യു മൈൻഡ് വെച്ചിട്ടും പറയാം. ഇപ്പം ഞാൻ വിരോധമില്ലെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഇരുന്നോട്ടെ. ഡു യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ എന്ന് പറയരുത്, ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് എന്ന് പറയാം. അതായത് ഡു യു മൈൻഡ് വരുമ്പോൾ സിറ്റും, വുഡ് യു മൈൻഡ് വരുമ്പോൾ സാറ്റുമാണ് വരിക. ഓക്കെ, വുഡ് യു മൈൻഡ് വരുമ്പോൾ പാസ്റ്റാണ് വരിക. ക്ലിയർ ആയോ? ഇപ്പോൾ ഞാൻ ഈ പ്രിൻ്റർ കുറച്ച് നേരം ഉപയോഗിച്ചോട്ടെ, അതെങ്ങനെയാണ് പറയുക? ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ് ദ പ്രിൻ്റർ ഫോർ സം ടൈം എന്നാണ് പറയാം. അത് വുഡ് യു മൈൻഡ് ആകുമ്പോൾ എന്തായിരുന്നു? വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് എന്ന് പറയാം. ഇഫ് ഐ യൂസ്ഡ് ദ പ്രിൻ്റർ ഫോർ സം ടൈം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് ആരും അറിയാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം. വാട്സാപ്പിലൂടെയാണ്, വളരെ ചെറിയ ഫീ ആണ്. അടുത്ത ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മുകളിൽ ബയോയിൽ ഞങ്ങളുടെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം, കോഴ്സിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു. English House. English at your fingertips.